ചിൽഡ്രൻ. ഇന്ന് നമുക്ക് ടെൻസസ് നോക്കിയാലോ. ടെൻഷൻ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ടെൻഷനാണ്. പക്ഷേ ടെൻഷൻ വേണ്ട, നല്ലപോലെ നമുക്ക് പഠിക്കാം. അപ്പോൾ 3 മെയിൻ ടെൻസാണ് നമുക്കറിയാം: പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്. പാസ്റ്റ് ഈസ് ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് ഹിസ്റ്ററി. അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പറയണ്ട. ഇപ്പോൾ നമുക്ക് പ്രസൻറ്റാണ്. അപ്പോൾ പ്രസൻറ്റ് ഈസ് എ ഗിഫ്റ്റാണ്, ബ്ലെസ്സിങ് ആണ്. അപ്പോൾ ബ്ലിസ്ഫുള്ളായിട്ട് നമുക്കത് പഠിക്കാം. എന്താണ് പ്രസൻറ്റ് ടെൻസ് എന്ന് നോക്കാം. പ്രസൻറ്റ് ടെൻസിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക കേട്ടോ. പ്രസൻറ്റ് ടെൻസിൽ 4 കാറ്റഗറീസ് ഉണ്ട്, അത് 4 സബ് ഡിവിഷൻസ് ഉണ്ട്. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇങ്ങനെയാണ് 4 വിഭാഗമുള്ളത്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സിമ്പിൾ എന്ന് പറയും, സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയും. അതെന്താ നോക്കാം. നമ്മൾ എന്നും പതിവായി ചെയ്യുന്ന, റെഗുലറായിട്ട് ചെയ്യുന്ന കാര്യം. അപ്പോൾ നമ്മളെന്നും തിന്നുന്നു, കുളിക്കുന്നു, വാക്ക് ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള പതിവായി ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കുക. അപ്പോൾ എന്താ, ഒരു വേർബ് കുറേ ഉണ്ടല്ലോ. ആ വേർബിൻ്റെ ബേസ് ഫോമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ആ ബേസ് ഫോമിൽ സിംഗുലർ ആണെങ്കിൽ നമ്മൾ ഹീ, ഷീ, ഇറ്റൊക്കെ വരുമ്പോൾ അവിടെ നമ്മൾ വെർബിൻ്റെ കൂടെ എസ്സോ അല്ലെങ്കിൽ ഇ എസ്സോ ചേർക്കാറുണ്ട്. വേർബിനനുസരിച്ച് ചിലപ്പോൾ എസ്സോ ചേർക്കുന്നുണ്ടോ, ചില വേർബിന് ഇ എസ് ചേർക്കാറുണ്ട്. പിന്നെ പ്ലൂറൽ വെർബിനാണെങ്കിൽ അത് ബേസിക് ഫോം V1 ഫോം മാത്രം, ഡയറക്റ്റ് ഫോം ഉപയോഗിച്ചാൽ മതി. V1 എസ് ഓർ ഇ എസ് ആണ് ഇതിൻ്റെ ഫോമുല. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ വാച്ച് ചെയ്യാണ് അല്ലേ. ഇന്ന് വാച്ച് ചെയ്യും, ഇനി നിങ്ങൾ തുടർച്ചയായിട്ട് വാച്ച് ചെയ്യും, നാളെയും വാച്ച് ചെയ്യും, അങ്ങനെ തുടർച്ചയായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പതിവായിട്ടുള്ളൊരു ആക്ഷനായി. അപ്പോൾ ഐ വാച്ച് എന്നുള്ള വേർബ്, ഐ സബ്ജക്റ്റ്, ഐ വാച്ച് ദിസ് വീഡിയോ. ഐ അല്ലെങ്കിൽ ഹീ വാച്ചസ് ആവും. ഹീ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇ എസ് അല്ലെങ്കിൽ എസ് ചേർക്കണമെന്ന്. അപ്പോൾ ഹീ വാച്ചസ് മൂവീസ്. ഷീ വാച്ചസ്, ഷീക്കും വാച്ചസ് ആവുക. ഷീ വാച്ചസ് TV. അപ്പോൾ വാച്ച് എന്നുള്ള വേർബ് നിങ്ങൾക്ക് എന്താണ് സിംഗുലറും പ്ലൂറലാണ്. ഞാൻ പറഞ്ഞു സിംഗുലർ എന്ന് പറഞ്ഞത് ഹീക്ക് പകരം ഇനി നെയിം ആവാം, ഷീക്ക് പകരം എന്തെങ്കിലും നെയിം ആവാം, ഇനി ഇറ്റിന് പകരം എന്തെങ്കിലും നെയിം ആവാം. ഇറ്റ് എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബേബിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഇറ്റ് എന്നുള്ള പ്രോണൗൺ അവിടെ എടുക്കുന്നത്. ചൈൽഡ് ചെറിയ കുട്ടികൾക്ക് മാത്രം, ചെറിയ ബേബീസിന് മാത്രമാണ് ഇറ്റ് എടുക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ആനിമൽസിനെ ആണ് ഇറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ പേരുകളാണ് ഉപയോഗിക്കുക, ഹീ അല്ലെങ്കിൽ ഷീ അല്ലെങ്കിൽ പേരുകൾ. അപ്പോൾ അവിടെയാണ് എസ് ഓർ ഇ എസ് വരുന്ന വാച്ച് ഓർ വാച്ചസ്. ഇനി നമ്മൾ ഇതിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡു ദേ വാച്ച് ദിസ് വീഡിയോ, അവരൊക്കെ ഇത് നോക്കുന്നുണ്ടോ? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഉണ്ടോ ഇല്ലേ. അല്ലെങ്കിൽ എന്താണ് അവർ നോക്കുന്നത്, വാട്ട് ഡു ദേ വാച്ച്. അവിടെ ക്വസ്റ്റ്യൻ വേർഡും ഓക്സിലറി വേണം. ഇനി ഇവിടെ നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഡു എന്നുള്ളത് ഓക്സിലറി വെർബാണ്. വോട്ട് എന്നുള്ളത് വാട്ടിന് പകരം എന്നാവാം, ഏതോ WH ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ യെസ് ഓർ ക്വസ്റ്റ്യന് ഓക്സിലറി ഏതാണെങ്കിലും ഓക്സിലറി മാറ്റി കൊടുക്കാവുന്നതാണ്. ഇതാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ഇനി അതിന് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ എൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ പേരാണ് രാംദേവ്, ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേര്. ഇപ്പോൾ രാംദേവ് ഇത് ഈ വീഡിയോ കാണുന്നില്ല. രാംദേവ് ഡസ് നോട്ട് വാച്ച്, അവിടെ ഡസ് ആണ് വരുന്നത്, കാരണം വാച്ചസ് അല്ലേ. അപ്പോൾ അവിടെ ഡസ് പ്ലസ് വാച്ച് ആണ് വാച്ചസ് വരുന്നത്. രാംദേവ് ഡസ് നോട്ട് വാച്ച് ദിസ് വീഡിയോ, ഷീ ഡസ് നോട്ട് വാച്ച് ദിസ് വീഡിയോ. ഇനി ആദർശ് വാച്ച് ചെയ്യുന്നുണ്ട്, ആദർശ് വാച്ചസ് ദിസ് വീഡിയോ, വാച്ചസ്. ഇനി വാച്ച് ചെയ്യുന്ന, ഇനി വേറെ പ്ലൂറലാണെങ്കിലോ അപ്പോൾ ഡു ആണ് വരുന്നത് കേട്ടോ, ഡസ് വരില്ല അവിടെ. ദേ ഡു നോട്ട് വാച്ച് ദിസ് വീഡിയോ, യു ഡു നോട്ട് വാച്ച് ദിസ് വീഡിയോ, ഷീ ഡസ് നോട്ട് വാച്ച് ദിസ് വീഡിയോ, ഐ ഡു നോട്ട് വാച്ച് ദിസ് വീഡിയോ. അപ്പോൾ ഐ, യു, ദേ, വി അതൊക്കെ ബേസ് ഫോമാണ്, വെർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുകയും ഹീ, ഷീ, ഇറ്റ് വരുമ്പോൾ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുകയും ചെയ്യണം. ഇതാണ് ഇന്നത്തെ പ്രസൻറ്റ് ടെൻസ്. ഇനി നിങ്ങൾ 10 സെൻറ്റൻസ് ഉണ്ടാക്കി നോക്കും. ഇങ്ങനെ 10 സെൻറ്റൻസ് നിങ്ങൾക്ക് സബ്ജക്റ്റ് മാറ്റാം, വേർബ് മാറ്റാം, എന്നിട്ട് 10 സെൻറ്റൻസ് ഉണ്ടാക്കുക. സ്റ്റേറ്റ്മെൻറ്റ്, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. ഈ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുകയിൽ നമുക്ക് ഓക്സിലറി വെർബ് വേണം. ഡസ് അല്ലെങ്കിൽ ഡു ആണ് ഇവിടെ ഓക്സിലറി വെർബ് വരുന്നത്. കാരണം വാച്ച് എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഓക്സിലറി വെർബ് കിട്ടുന്നത്. ഡു പ്ലസ് വാച്ച്, വാച്ച്. ഡസ് പ്ലസ് വാച്ച്, വാച്ചസ്. അപ്പോൾ നിങ്ങൾ ഡിഡും വേറെയുള്ള വെർബ് ഒന്നും നോക്കണ്ട, ഇവിടെ ഡു ഓർ ഡസ് അതാണ് ഓക്സിലറി വെർബ്.
അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ വേർഡ് നിങ്ങൾക്ക് വാട്ട്, വെൻ, വേർ എന്നൊക്കെ മാറ്റി കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് ഓക്സിലറി വെർബ് സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്, നെയിം ഏതെങ്കിലും നെയിം ആണെങ്കിൽ ഡസ് ചേർക്കുക ഓക്സിലറി വെർബ്. അല്ലെങ്കിൽ ഐ എല്ലാ പ്ലൂറൽ ഫോമിനും, പ്ലൂറൽ എന്ന് വെച്ചാൽ ഒന്നിലധികം ആൾക്കാർ. ഇപ്പോൾ രാംദേവും ആദർശും 2 പേരായി. അപ്പോൾ നമുക്കവിടെ ഡു ആണ് വരുന്നത് ഓക്സിലറി വെർബ്. ഡു ഐക്ക് അല്ലെങ്കിൽ എല്ലാ പ്ലൂറലിനും ദേ, യു, വി ഇതിനൊക്കെ ഓക്സിലറി വെർബ് വരുന്നത് ഡു ആണ്. ഇനി സിംഗുലർ ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ പേര് ഏതെങ്കിലും ഫർഗ, ആര്യ, ശ്രീ അങ്ങനെ പേരുകളാണെങ്കിൽ ഡസ് വരും. അപ്പോൾ മനസ്സിലായി, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. കീപ്പ് ഓൺ പ്രാക്ടീസിങ്. പ്രാക്ടീസ് ചെയ്യാതെ ആർക്കും ഒന്നും നേടാൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രസൻറ്റ് ടെൻസിലെ ഫോർമുല ആൻഡ് സെൻറ്റൻസ്. നിങ്ങൾക്ക് വേർബ് മാറ്റാം, സബ്ജക്റ്റ് മാറ്റാം. ഇനി അടുത്ത വീഡിയോയിൽ ഞാൻ പ്രസൻറ്റിൻ്റെ മറ്റ് ഫോമായിട്ട് വരാം. അതുവരേക്കും എല്ലാവരും ഇത് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക. കീപ്പ് ഓൺ പ്രാക്ടീസിങ്.